നമസ്കാരം അമ്മമാരെ. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ. നിങ്ങളൊരു പുതിയ അമ്മമാരാണല്ലോ. നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണം ആചരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യപൂർവ്വം ചോദിക്കുക. എന്തുകൊണ്ടാണ് ഡോക്ടർ മുലപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നത്? മുലപ്പാൽ കുഞ്ഞിന് ഏറ്റവും നല്ലൊരു പോഷകാഹാരമാണ്. മുലപ്പാലിലൂടെ നമുക്ക് കുഞ്ഞിന് ഒരുപാട് ആന്റിബോഡീസ് കിട്ടും. ആ ആന്റിബോഡീസ് കിട്ടുന്നത് മൂലം കൊച്ചിന് നല്ല രീതിയിലുള്ള പ്രതിരോധ ശേഷി കിട്ടും. പിന്നെ കൊച്ചിന് നല്ല വളർച്ച കിട്ടും. അതുമൂലം കുഞ്ഞിന് നല്ലൊരു ഭാവി തന്നെ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ആദ്യം വരുന്ന മഞ്ഞപ്പാല് കളയണമെന്നാണ് ആൾക്കാർ പറയുന്നത്. ഒരിക്കലുമില്ല. മഞ്ഞപ്പാൽ ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല. ആദ്യം വരുന്ന മഞ്ഞപ്പാലിനെ നമ്മൾ കൊളസ്ട്രം എന്നാണ് വിളിക്കുന്നത്. ആ കൊളസ്ട്രത്തിലാണ് ഒരുപാട് ആന്റിബോഡീസ് ഉള്ളത്. ആ ആന്റിബോഡീസ് കുഞ്ഞിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന് പ്രതിരോധ ശക്തി കിട്ടും. ഭയങ്കര ചൂടാണല്ലോ ഇപ്പൊ. അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. കുഞ്ഞിന് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള വെള്ളവും ഒന്നും കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത്? കുഞ്ഞിനെ പിടിക്കുന്നത് അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ കുഞ്ഞിനെ എപ്പോഴും അമ്മയുടെ വയറിനോട് ചേർത്ത് വേണം പിടിക്കാൻ. കുഞ്ഞിന്റെ തല, ഇടുപ്പ്, തോള് എല്ലാം അമ്മയുടെ ഒരു വരിയിൽ തന്നെ ആയിരിക്കണം. ഒരിക്കലും കുഞ്ഞിന്റെ തല മാത്രം ചെരിച്ച് പിടിക്കാൻ പാടില്ല. ശരിയായ ലാച്ചിങ് ആണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അത് കുഞ്ഞിന്റെ വായ ശരിക്കും നമ്മൾ മുലക്കണ്ണിനോട് ചേർത്ത് വേണം വെക്കാൻ വേണ്ടി. കുഞ്ഞിന്റെ മേൽ ചുണ്ട് പുറത്തേട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. മുലക്കണ്ണ് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായിൽ തന്നെയായിരിക്കും. അതുമൂലം നമുക്ക് നല്ല ലാച്ചിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ കുഞ്ഞിപ്പോ NICUലാണ്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിന് NICUലാണെങ്കിലും പാല് കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ മാനുവലായി കൈ ഉപയോഗിച്ചോ നമുക്ക് പാല് പിഴിഞ്ഞെടുത്ത് പാലടയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് കുഞ്ഞിന് നല്ല രീതിയിൽ പാല് കൊടുക്കാൻ പറ്റും. അതിനുശേഷം കുഞ്ഞ് സുഖമായാൽ നമുക്ക് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ സാധിക്കും. 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുത്താൽ മതിയോ? പോരാ. കുട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ പാല് കൊടുക്കണം. ഒരു ദിവസം 8 മുതൽ 12 തവണ കുഞ്ഞിന് പാൽ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം. മുലയൂട്ടലിന് ശേഷം ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ കുഞ്ഞിനെ എപ്പോഴും തോളിലേക്ക് ചാരി 10 മുതൽ 15 മിനിറ്റ് വരെ കുഞ്ഞിന്റെ പുറത്ത് തട്ടിക്കൊടുക്കണം. അത് കുഞ്ഞിന്റെ വയറ്റിലുണ്ടാകുന്ന വായു പുറന്തള്ളാൻ സഹായിക്കുന്നതാണ്. എന്റെ മുലകൾ കല്ലിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിനെ നമ്മൾ ബ്രസ്റ്റ് എൻഗോഷ്മെന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പാല് വന്ന് മുലക്കണ്ണിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥ. അത് നല്ല രീതിയിൽ കുഞ്ഞിനെ മുലയൂട്ടുകയും ബ്രസ്റ്റ് പമ്പ് വെച്ച് പമ്പ് ചെയ്ത് പാലെടുത്ത് കളയുമ്പോൾ ആ വേദന തന്നെ കുറഞ്ഞോളും. ഇനിയും വേദന കുറഞ്ഞില്ലെങ്കിൽ ഒരു കുഞ്ഞിനും മുലയൂട്ടുന്നതിന് മുമ്പ് ഹോട്ട് ബാഗ് വെക്കുക. മുലയൂട്ടിയതിനു ശേഷം ഒരു കോൾ ബാഗ് വെച്ചാൽ ആ വേദന തന്നെ കുറഞ്ഞോളൂ. ഈ സമയത്ത് എന്തൊക്കെ ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്? കൂടുതലും ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, മുട്ട എന്നിവ നല്ല രീതിയിൽ കഴിക്കുക. കൂടുതലും വെള്ളവും കുടിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതാണ്. ചായയും കാപ്പിയും കുടിക്കാമോ? കുടിക്കാം, പക്ഷെ അത് അമിതമാവരുത്. എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റ് ഇട്ട് വേണം ചായയും കാപ്പിയും കുടിക്കാൻ. പിന്നെ പുകവലി, മദ്യപാനം അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. എനിക്ക് ഈയിടെ രാത്രി ഉറക്കം കുറവാണ് ഡോക്ടർ. കുഞ്ഞുറങ്ങുമ്പോൾ തന്നെ അമ്മയും ഉറങ്ങാൻ ശ്രമിക്കണം. അമ്മയെ ആ സമയത്ത് വീട്ടുകാർ സഹായിക്കണം. എനിക്ക് ഈയിടെ കാരണമില്ലാണ്ട് ഞാൻ കരഞ്ഞു പോകുന്നു. അത് പ്രസവശേഷം ഒരുമാതിരി സ്ത്രീകൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. 2 ആഴ്ചയിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ അത് കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ വൈദ്യസഹായം നേടണം. പാൽ കുറവാണെന്ന് എങ്ങനെ അറിയാം? അതൊരിക്കലും നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിന് നല്ല രീതിയിൽ ഭാരം കൂടുന്നുണ്ടോ എന്ന് നോക്കണം. കുഞ്ഞ് ഒരു ദിവസം 6 മുതൽ 8 തവണ വരെ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പാല് കുടിച്ച ശേഷം കുട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മുലക്കണ്ണിന്റെ നിറം കൊണ്ടോ അതോ പാല് കെട്ടി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടോ നമുക്കത് അളക്കാൻ സാധിക്കുന്നതല്ല.